എമ്പുരാനെ എന്ന ടൈറ്റിൽ സോങ്ങിലെ കുട്ടിയുടെ ശബ്ദം ആരുടേതാണെന്ന് അവസാന നിമിഷമായിരുന്നു അണിയറ പ്രവർത്തകർ പരസ്യമാക്കിയത്. സംഗീത സംവിധായകനായ ദീപക് ദേവായിരുന്നു അലങ്കൃതയാണ് ആ ശബ്ദത്തിനുടമ എന്ന് പറഞ്ഞത്. എൻ്റെ മോളാണ് പാടിയത് എന്ന് അഭിമാനത്തോടെ പറയുന്ന പൃഥ്വിരാജിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ടോവിനോവുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു പൃഥ്വി മകളെക്കുറിച്ച് വാചാലനായത്. ഭാവിയിൽ മകൾ സിനിമയിലുണ്ടാകുമോ എന്ന ചോദ്യം തുടക്കം മുതലേ തന്നെ പൃഥ്വി നേരിടുന്നുണ്ടായിരുന്നു. മകൾ ആരാവരുത് എന്ന കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അമ്മയെപ്പോലെ എഴുത്തിൽ താൽപ്പര്യമുണ്ടെന്ന് അലങ്കൃത നേരത്തെ തെളിയിച്ചതാണ്. മകളുടെ കവിതകൾ കുഞ്ഞു പുസ്തകമായി സുപ്രിയ പബ്ലിഷ് ചെയ്തിരുന്നു. പിയാനോ പഠിക്കുന്നുണ്ട് അല്ലി എന്നുള്ള വിശേഷങ്ങളും പുറത്തു വന്നിരുന്നു. എമ്പുരാൻ ടൈറ്റിൽ സോങ് 2 വേർഷനിൽ ആയിരിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അല്ലിയുടെ പേര് വന്നത്. മുംബൈയിൽ വെച്ചായിരുന്നു സോങ് റെക്കോർഡ് ചെയ്തത്. സൂം മീറ്റിലൂടെയായി പൃഥ്വിരാജും മകൾ പാടുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് ദീപക് ഡാഡയുടെ ഇനിമിയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നായിരുന്നു പൃഥ്വിരാജ് മകളോട് പറഞ്ഞത്. അച്ഛനെപ്പോലെ തന്നെ മകളും പെട്ടെന്ന് പാട്ട് പഠിച്ച് പാടിത്തീർക്കുകയായിരുന്നു. എത്രയാണ് പേയ്മെൻ്റ് എന്ന് അല്ലി ചോദിച്ചിരുന്നു. അതൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെന്നായിരുന്നു പ്രതികരണം. അവളുടെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് സമ്മാനങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളെന്ന് ദീപക് ദേവ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ എമ്പുരാൻ ടൈറ്റിൽ സോങ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. സുപ്രിയയും ഈ വീഡിയോ പങ്കുവച്ചിരുന്നു. ഞങ്ങൾക്ക് ഏറെ സ്പെഷ്യലാണ് ഈ ഗാനം. അല്ലി ഇതാദ്യമായാണ് പ്രൊഫഷണലായി ഒരു ഗാനം പാടുന്നത്. അത് അവളുടെ അച്ഛൻ്റെ സിനിമയ്ക്ക് വേണ്ടി എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഡാഡിയോടാണ് എനിക്ക് ഇക്കാര്യത്തിൽ നന്ദി പറയാനുള്ളത്. 4-ാം വയസ്സ് മുതൽ അവളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡാഡിയായിരുന്നു മ്യൂസിക് ക്ലാസ്സിന് കൊണ്ടുപോയിരുന്നത്. ഓൺലൈൻ ക്ലാസ്സിലൂടെയായും ടീച്ചേഴ്സ് അവളെ പഠിപ്പിച്ചിരുന്നു. അവളുടെ ഗുരുക്കന്മാരോടെല്ലാം നന്ദി പറയുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാവില്ലായിരുന്നു എന്നുമാണ് സുപ്രിയ കുറിച്ചത്. കൊച്ചുമകളുടെ കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റത്തെ ശ്രദ്ധയായിരുന്നു ഡാഡിക്ക് എന്ന് നേരത്തെ തന്നെ സുപ്രിയ വ്യക്തമാക്കിയിരുന്നു. ആ വിയോഗം ഇപ്പോഴും അലട്ടുന്നുണ്ടെന്ന് മകള് കുറിച്ചു.